ലവ്ലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തി വറ്റിച്ചതാണ്. മത്തി വറ്റിച്ചത് വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്നതും സ്വാദിഷ്ടവുമായ ഒരു വിഭവമാണ്. ഇതിൽ ചേർക്കേണ്ട വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ചെറിയ ഉള്ളി ചതച്ചത്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, വറ്റൽമുളക്. വറ്റൽമുളകിൽ പിരിയമുളകാണ് ചേർക്കുന്നത്. പിരിയമുളക് ഉപ്പും കൂടെ ചേർത്ത് ചതച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയാണ് ഇതിന് വേണ്ടത്. അത് നന്നായിട്ട് അമ്മിക്കല്ലിൽ വെച്ചാണ് ഇതെല്ലാം ചതച്ചെടുത്ത് വെച്ചേക്കുന്നത്. നന്നായി ഉണങ്ങിയ ഒരു ചട്ടിയാണ് ഞാനെടുത്ത് വെച്ചേക്കുന്നത്. ഇതിൽ വെളിച്ചെണ്ണ നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് ഓരോ സാധനങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഉള്ളി, ചെറിയ ഉള്ളി ചതച്ച് വെച്ചത് കുറച്ച് ചേർത്തിട്ട് അതിലേക്ക് വറ്റൽമുളക് ചേർത്തത് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മീതെയായിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ എനിക്ക് മീൻ കുറച്ചാണ് കിട്ടിയത്, അതുകൊണ്ട് ഇനി വീണ്ടും നമുക്ക് മീൻ അടുക്കി കൊടുക്കാം. ഇനി അടുത്ത് വീണ്ടും ബാക്കിയിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. മുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ ബാക്കിയെല്ലാം ഇതിൽ ചേർത്തിട്ട് വീണ്ടും ബാക്കി മീൻ ഇതിൽ അടുക്കി കൊടുക്കാം. ഇനി 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന വെള്ളം ആകെ ഈ പുളി പിഴിഞ്ഞ വെള്ളം മാത്രമാണ് ഇതിന് ചേർക്കുന്നത്. ബാക്കിയെല്ലാം ഈ മത്തിയിൽ നിന്ന് ഊറി വരുന്ന നെയ്യും എണ്ണയും ഒക്കെ കൂടെ ഉള്ള ഇതാണ്. അല്ലാതെ വേറെ വെള്ളം ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കൂല. ഈ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കത്തിച്ചിട്ടുണ്ട്. അടുപ്പിലേക്ക് നമ്മൾ മീൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. നമുക്ക് അടച്ചു കൊടുക്കാം. മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. കോരമ്പം മത്തി ഉടയാതെ ശ്രദ്ധിക്കണേ. സ്വാദിഷ്ടമായ മത്തി വറ്റിച്ചത് റെഡിയായിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.